പങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി ഒപ്പം മെഗാ ജോബ് ഫെയർ. 433 പേർക്ക് മികച്ച കമ്പനികളിൽ ജോലി ലഭിച്ചു. 1174 പേർ സാധ്യതാ പട്ടികയിൽ. 2860 തൊഴിലന്വേഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ അഭ്യസ്തവിധരായ യുവതീ യുവാക്കൾക്ക് മികച്ച തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായ ഒപ്പം മെഗാ ജോബ് ഫെയർ തൊഴിലന്വേഷകരുടെ പങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി. 68 പ്രമുഖ കമ്പനികൾ പങ്കെടുത്ത തൊഴിൽ മേളയിൽ 433 പേർക്ക് ജോലി ലഭിച്ചു. 1174 പേർ സാധ്യതാ പട്ടികയിൽ ഇടം നേടി. 2860 പേരാണ് തൊഴിൽ മേളയിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്തവർ. കാട്ടാക്കട പങ്കജ കസ്തൂരി ആയുർവേദ ആശുപത്രിയിൽ നടന്ന തൊഴിൽ മേള IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ യുവതീ യുവാക്കളുടെ ജോലി സ്വപ്നങ്ങൾക്കൊപ്പം നാടും MLAയും ജനങ്ങളും കൂടെ നിന്നപ്പോൾ ഒപ്പം ജോബ് ഫെയർ വൻ വിജയമായി മാറി. ജനുവരിയിൽ വരാനിരിക്കുന്ന മെഗാ ജോബ് ഫെയറിന്റെ മുന്നോടിയായാണ് ഒപ്പം ജോബ് ഫെയർ എന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനുവരിയിലെ മെഗാ ജോബ് ഫെയർ കൂടുതൽ തൊഴിൽ ദാതാക്കളുടെയും തൊഴിലവസരങ്ങളുമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലെത്തുക എന്നും MLA സൂചിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് D സുരേഷ് കുമാർ, പങ്കജ കസ്തൂരി MD J ഹരീന്ദ്രൻ നായർ, കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല എന്നിവർ മുഖ്യാതിഥികളായി. ഒപ്പം കാട്ടാക്കട വെബ്സൈറ്റിലൂടെയും പഞ്ചായത്തുകളിലെ കുടുംബശ്രീകൾ വഴിയും രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ മേളയിൽ പങ്കെടുത്തത്. രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്കായി സ്പോട്ട് രജിസ്ട്രേഷൻ സംവിധാനവും ഒരുക്കിയിരുന്നു. കോർപ്പറേറ്റ് കമ്പനികളും പ്രാദേശിക തൊഴിൽ ദാതാക്കളും അടക്കം 55ഓളം കമ്പനികൾ തൊഴിൽ മേളയിൽ പങ്കെടുത്തു. വിവിധ തസ്തികളിലായി 1000ഓളം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയിരുന്നത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളായ പള്ളിച്ചൽ, വിളവൂർക്കൽ, വിളപ്പിൽശാല, കാട്ടാക്കട, മലയങ്കേഴ്, മാറനല്ലൂർ എന്നിവിടങ്ങളിലെ തൊഴിൽ അന്വേഷകരാണ് പങ്കെടുത്തവരിൽ അധികവും. നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള നിരവധി ഉദ്യോഗാർത്ഥികളും തൊഴിൽ മേളയ്ക്കെത്തി. ഒപ്പം മെഗാ ജോബ് ഫെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 6 പഞ്ചായത്തുകളിലും സമഗ്ര തൊഴിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന മെഗാ ജോബ് ഓറിയന്റേഷൻ പരിശീലന പരിപാടിയിൽ 2000ഓളം പേർ പങ്കെടുത്തു. ബയോഡാറ്റ തയ്യാറാക്കേണ്ട വിധവും അഭിരുചിക്കും കഴിവിനും ഇണങ്ങുന്ന തൊഴിൽ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകതയും തുടങ്ങി ആത്മവിശ്വാസത്തോടെ ജോബ് ഇന്റർവ്യൂ നേരിടാൻ തൊഴിൽ പരിശീലകർ ഉദ്യോഗാർത്ഥികളെ സജ്ജരാക്കി. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെയും മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെയും നേമം, വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിവിധ സ്വകാര്യ കമ്പനികളുടെയും വിജ്ഞാന കേരളം, KDISC, കേരള നോളജ് എക്കോണമി മിഷൻ, സ്റ്റാർട്ടപ്പ് മിഷൻ, ടെക്നോ പാർക്ക് തുടങ്ങിയവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൊഴിൽ മേള നടത്തിയത്. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അനിൽകുമാർ അധ്യക്ഷനായ പരിപാടിയിൽ വിജ്ഞാന കേരളം DMC PV ജിൻരാജ് സ്വാഗതം പറഞ്ഞു. രവി മോഹൻ, ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് TIIM നേമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SK പ്രീജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാകേഷ് പള്ളിച്ചൽ, T ലാലി മുരളി വിളവൂർക്കൽ, R ലില്ലി മോഹൻ വിളപ്പിൽ, A വത്സലകുമാരി മലയങ്കീഴ്, A സുരേഷ് കുമാർ കുടുംബശ്രീ DMC രമേശ് ജി, ജനപ്രതിനിധികൾ, ഉദ്യോഗാർത്ഥികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി S സുരേഷ് കുമാർ നന്ദി പറഞ്ഞു. ഞങ്ങൾ കാട്ടാക്കടയിൽ ഒരു ശ്രമം നടത്തുക, പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ജനപ്രതിനിധികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യും. ഇവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ റോഡായാലും കെട്ടിടമായാലും ഒക്കെ വൈകിയാണെങ്കിലും നടക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, കടമ എന്ന് പറയുന്നത് പരമാവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ്. നമുക്കറിയും, സർക്കാരുകൾ സ്ഥിരം തൊഴിൽ എന്ന കാഴ്ചപ്പാടിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഇന്ത്യയിൽ ഈ തൊഴിൽ എന്നത്, സ്ഥിരം തൊഴിൽ എന്നത് ഒരു മരീചിക മാത്രമായി മാറും. അവിടെ ഏത് തൊഴിലും മൂല്യവും ആഹാരവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. കേരളത്തിൽ 46 ലക്ഷം അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. ഇവിടെ ഒരു വലിയ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒപ്പം
സ്ത്രീയും പുരുഷനും ഒപ്പം നടക്കുന്ന ഒരു കാലമാണ് ഒപ്പം പദ്ധതിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.